നമസ്കാരം KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങൾ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 682 കേന്ദ്രങ്ങളിലായി 1317 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സുരക്ഷ ശക്തം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നീലേശ്വരം പേരോൽ ITIയിലും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ സ്കൂളിലും വോട്ട് ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മേഖലയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കും. റസീനയുടെ മൃതദേഹം കൊളംബോയിൽ തന്നെ ഖബറടക്കി. ഭർത്താവിന്റെയും മറ്റ് ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഖബറടക്കം. പാടി കൊല്ലങ്കോട്ടുമൂല തറവാട്ടിൽ ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം മെയ് 5, 6, 7 തീയതികളിൽ നടക്കും. കൂവമളക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഉയർപ്പിന്റെ സന്ദേശവുമായി നാടെങ്ങും ഈസ്റ്റർ ആഘോഷിച്ചു. ജില്ലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷ ചടങ്ങുകളും നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്തു. പാറപ്പള്ളി മഖാമുറൂസിന് സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 682 കേന്ദ്രങ്ങളിലായി 1317 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സായുധ സേനയുൾപ്പെടെ മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 13,63,937 വോട്ടർമാർ വിധിയെഴുതും. മണ്ഡലത്തിൽ 682 കേന്ദ്രങ്ങളിലായി 1317 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. കാസർഗോഡ് ജില്ലയിൽ 512 കേന്ദ്രങ്ങളിലായി 968 ബൂത്തുകളാണ് ഒരുക്കിയത്. മഞ്ചേശ്വരം 198, കാസർഗോഡ് 188, ഉദുമ 195, കാഞ്ഞങ്ങാട് 196, തൃക്കരിപ്പൂർ 191 എന്നിങ്ങനെയാണ് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ജില്ലയിലെ ബൂത്തുകളുടെ എണ്ണം. ജില്ലയിൽ മൊത്തം 3872 ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചിരിക്കുന്നത്. പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് 2 ഘട്ടങ്ങളിലായാണ് വിദഗ്ധ പരിശീലനം നൽകിയത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും കാസർഗോഡ് ജില്ലയിലെ വോട്ടർമാർക്കും പോളിംഗ് ബൂത്തുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിനായി QR കോഡ് ഉപയോഗിക്കുവാൻ സൗകര്യമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായാണ് തെരഞ്ഞെടുപ്പിന് ഒരു ജില്ലയിൽ QR കോഡ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ പോളിംഗ് ബൂത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നിമിഷങ്ങൾക്കകം കണ്ടെത്തുവാൻ സാധിക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബുവിന്റെ പ്രത്യേക താൽപര്യപ്രകാരം രൂപകൽപ്പന ചെയ്തതാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത്തവണ ബൂത്തുകളെ 3ആയി തിരിച്ചാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ജില്ലയുടെ അതിർത്തി മേഖലകളിൽ പോലീസും വനം വകുപ്പും ചേർന്ന് പ്രത്യേക സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. അതീവ സുരക്ഷ ആവശ്യമുള്ള 43 ബൂത്തുകൾക്ക് പുറമെ 71 പോളിംഗ് ലൊക്കേഷനുകളും രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയ 84 സെക്ടറുകളും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. 90% മുകളിൽ പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വോട്ടെടുപ്പ് ദിവസം 84 സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഡ്യൂട്ടിയിലുണ്ടാകും. 5 കമ്പനി കേന്ദ്രസേനയും സായുധ പോലീസുമടക്കമുള്ള ഉദ്യോഗസ്ഥരെ സുരക്ഷാ ചുമതലയ്ക്കായി നിയമിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ചിറ്റാരിക്കൽ, പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധികളിലും ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ കർണാടകയോട് അതിർത്തി പങ്കിടുന്ന 17 കേന്ദ്രങ്ങളിൽ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും വനമേഖലയിലെ 14 ഇടങ്ങളിൽ വനം വകുപ്പിന്റെയും കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നീലേശ്വരം പേരോൽ ITIയിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. കുണ്ടാർ AUP സ്കൂളിലായിരിക്കും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി വോട്ട് രേഖപ്പെടുത്തുക. മണ്ഡലത്തിൽ വോട്ടില്ലാത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മേഖലയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പ്രമുഖർ ഏത് ബൂത്ത് കേന്ദ്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുമെന്ന ജിജ്ഞാസയിലായിരുന്നു പ്രവർത്തകർ. ബൂത്ത് തിരിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഏത് ബൂത്തിൽ വോട്ട് ചെയ്യുമെന്ന കാര്യം വ്യക്തമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ രാവിലെ 7 മണിക്ക് നീലേശ്വരം പേരോൽ ITIയിൽ സമ്മതിദാന അവകാശം നിർവഹിക്കും. കുണ്ടാർ AUP സ്കൂളിലായിരിക്കും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി രാവിലെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തുക. മണ്ഡലത്തിൽ വോട്ടില്ലാത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മേഖലയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കും. കല്യാശ്ശേരി മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ടുകൾ നടക്കുവാൻ സാധ്യതയുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ്
കല്യാശ്ശേരി മേഖലകളിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ജില്ലയിലെ മറ്റൊരു പ്രമുഖനായ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കോളിയടുക്കം GUP സ്കൂളിൽ രാവിലെ 8 മണിക്ക് വോട്ട് രേഖപ്പെടുത്തുവാനെത്തും. പ്രവർത്തകർക്ക് ആവേശം മാത്രമല്ല, സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിലൂടെ മാതൃകയും പകർന്നു നൽകിയാണ് പ്രമുഖർ വോട്ട് ചെയ്യുവാനെത്തുന്നത്. പ്രമുഖർ വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്തുകളിൽ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിയൊഴുകും. ഈ സാഹചര്യത്തിൽ ഇത്തരം ബൂത്തുകളിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളായിരിക്കും ഏർപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക് KCN. ശ്രീലങ്കയിലെ ഷാങ്ക്രില പഞ്ചനക്ഷത്ര ഹോട്ടലിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ സ്വദേശിനി PS റസീനയുടെ മൃതദേഹം കൊളംബോയിൽ തന്നെ ഖബറടക്കി. ദുബായിലായിരുന്ന ഭർത്താവ് ഖാദർ കുക്കാടിയും മറ്റു ബന്ധുക്കളും കൊളംബോയിലെത്തിയ ശേഷം രാവിലെ 11 മണിയോടെയായിരുന്നു ഖബറടക്കം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ശ്രീലങ്കയിലെ കൊളംബോ എയർപോർട്ടിന് 20 കിലോമീറ്റർ അകലെയുള്ള ഷാംഗ്രില റെസ്റ്റോറന്റിലുണ്ടായ സ്ഫോടനത്തിൽ മൊഗ്രാൽ പുത്തൂരിലെ പരേതനായ PS അബ്ദുള്ളയുടെ മകൾ റസീന കൊല്ലപ്പെട്ടത്. ഭർത്താവ് ഖാദർ കുക്കാടിയെ ഗൾഫിലേക്ക് യാത്രയാക്കിയ ശേഷം ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സ്ഫോടനമുണ്ടായത്. റസീനയുടെ സഹോദരൻ ബഷീറും മറ്റു ബന്ധുക്കളും ഇവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഹോട്ടലിൽ എത്തുന്നതിന് തൊട്ടുമുമ്പായിരുന്നു സ്ഫോടനം. ആശുപത്രിയിൽ വെച്ച് സഹോദരൻ ബഷീർ റസീനയുടെ മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. അവധി ആഘോഷിക്കുന്നതിനായി ഭർത്താവിനൊപ്പം സഹോദരന്റെ അടുത്തെത്തിയതായിരുന്നു റസീന. ഇവരുടെ 2 മക്കളും അമേരിക്കയിലാണ്. അവരും ഖബറടക്കം നടത്തുന്നതിനായി ഇവരും ശ്രീലങ്കയിലെത്തിയതായാണ് വിവരം. കല്യാണം കഴിഞ്ഞ ശേഷം നാട്ടിലാണ് താമസം. മംഗലാപുരത്ത് സൂറത്തിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ 15 ദിവസം മുന്നേ നാട്ടിൽ വന്നിട്ട് ഇവിടെ വീട്ടുകളിൽ ശാസ്ത്രങ്ങളൊക്കെ വന്നിട്ട് സന്ദർശിച്ച് പോയതാണ്. എന്നിട്ട് ഇവിടുന്ന് ദുബായിൽ പോയിട്ട് അവിടുന്ന് ഫാമിലിയായിട്ട് ദുബായിൽ പോയതാണ്. അപ്പോൾ അവിടെ കുടുംബക്കാരെ വെച്ച് അവിടുത്തെ കുറേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് കൊളംബോയിലെത്തി ഹോട്ടലിൽ താമസിച്ചിട്ട് ഇന്നലെ അവരെ ഭർത്താവ് ദുബായിലേക്ക് തിരിച്ചു പോയതാണ് ഇന്ന് രാവിലെ. അപ്പോൾ അവിടുന്ന് ദുബൈയിലേക്ക് ഇവരെ ബ്രദർ അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ഇവരെ അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴാണ് ഇന്നത്തെ സംഭവം അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായ കാര്യങ്ങൾ അറിയുന്നത്. ന്യൂസ് ഡെസ്ക് KCN. പാടി കൊല്ലങ്കോട് മൂല തറവാട്ടിൽ ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം മെയ് 5, 6, 7 തീയതികളിൽ നടക്കും. ഇതിന്റെ ഭാഗമായുള്ള കൂവമളക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കൂവം അളക്കൽ ചടങ്ങിന് സാക്ഷികളാകുവാൻ 100 കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. കുണ്ടംകുഴി, കോട്ടപ്പാറ, പാടി, എടനീർ, കുഞ്ചിരക്കാനം, മല്ലം, മധൂർ തുടങ്ങി നിരവധി പ്രധാന ക്ഷേത്രങ്ങളിലേക്ക് കൂവം അളന്ന് വഴിപാട് നിവേദ്യത്തിനായി നൽകി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര മെയ് 2 രാവിലെ 10 മണിക്ക് എടനീർ മഠത്തിൽ നിന്നും പുറപ്പെടും. മെയ് 5, 6, 7 തീയതികളിലായാണ് പാടി കൊല്ലംകോട്ടുമൂല തറവാട്ടിൽ ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ഉയർപ്പിന്റെ സന്ദേശവുമായി നാടെങ്ങും ഈസ്റ്റർ ആഘോഷിച്ചു. ജില്ലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷാ ചടങ്ങുകളും നടന്നു. 50 നാൾ നീണ്ട വ്രതവിശുദ്ധിയുടെ പരിസമാപ്തിയിൽ യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ഓർമ്മ ക്രൈസ്തവർ ആചരിച്ചു. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ശനിയാഴ്ച മുതൽ തന്നെ ഉത്ഥാന ശുശ്രൂഷകൾ ആരംഭിച്ചിരുന്നു. ജില്ലയിലെ പ്രധാന ദേവാലയങ്ങളിലെല്ലാം ഈസ്റ്ററിനോടനുബന്ധിച്ച് പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷാ ചടങ്ങുകളും നടന്നു. संतोषुमी पृथ्वी येद्या बोडा सडो कांत टळची सर्पद्वेदरा सैरकांतीच्या भवनचे दावोन. പ്രാർത്ഥനകളിലും ശുശ്രൂഷാ ചടങ്ങുകളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.
ദേവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് ആത്മീയ പരിപാടികളും സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും പോളിംഗ് കേന്ദ്രങ്ങളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണമാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, മാടായി ഗേൾസ് ഹൈസ്കൂൾ, പയ്യന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്നത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നെഹ്റു കോളേജിലും, പയ്യന്നൂർ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പയ്യന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, കല്യാശ്ശേരി മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം മാടായി ഗേൾസ് ഹൈസ്കൂളിലുമായി നടന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, വിവിപാറ്റ് അടക്കമുള്ള ഉപകരണങ്ങളാണ് പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഏർപ്പെട്ട ജീവനക്കാർ ഏറ്റുവാങ്ങിയത്. വോട്ടിംഗ് മെഷീനുമായി പോളിംഗ് കേന്ദ്രത്തിലെത്തുവാനായി ഗതാഗത സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയോടെ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർ അതാത് പോളിംഗ് കേന്ദ്രങ്ങളിലെത്തി. സുഗമമായ തിരഞ്ഞെടുപ്പിനായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി പോലീസ് അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിക്കും. ന്യൂസ് ഡെസ്ക് KCN. ചെമ്മനാട് മുർഷിദുൽ അനാം സംഘത്തിന്റെയും സ്വലാത്തു മജ്ലിസിന്റെയും 10ാം വാർഷികാഘോഷം 24 മുതൽ 27 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സയ്യിദ് ആറ്റക്കോയ തങ്ങൾ ബാഹസൻ ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ ദിവസങ്ങളിലായി പ്രമുഖ മതപണ്ഡിതന്മാർ അവതരിപ്പിക്കുന്ന മതപ്രഭാഷണവും നടക്കും. 4 ദിവസങ്ങളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് 24, 25, 26, 27 തീയതി. ഈ 2 ദിവസം പ്രസിദ്ധരായ മാപ്പിള കഥാപ്രസംഗന്മാരുടെ പരിപാടി സംഘടിപ്പിക്കുന്നത് ചെമ്മനാട് മുണ്ടാങ്കലം എന്ന മെയിൻ ജംഗ്ഷനിലുള്ള അതിരുവെച്ചാണ്. CH ഇബ്രാഹിം, സലാഹുദ്ദീൻ സക്കാഫി, സമീർ, ഉസ്മാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ തളങ്കര മാലിക് ദിനാർ ആശുപത്രിയിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മംഗലാപുരം അത്താവർ KMC ഹോസ്പിറ്റൽ, തളങ്കര മാലിക് ദിനാർ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ഹൃദ്രോഗം, നാഡീരോഗം, അസ്ഥിരോഗം, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ശിശുരോഗം, ദഹനരോഗം, ത്വക്ക് രോഗം, സ്ത്രീരോഗം എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലുണ്ടായിരുന്നു. മംഗലാപുരത്തെ പ്രഗത്ഭരായ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിലെത്തിയവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഷുഗർ പരിശോധന, ECG, എക്കോ മരുന്നുകൾ എന്നിവ സൗജന്യമായി നൽകി. ക്യാമ്പിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കസ്തൂർബ മെഡിക്കൽ കോളേജ് മംഗലാപുരവും അതുപോലെ തന്നെ മാലിക് ദിനാർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് കൊണ്ട് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പിൽ നല്ല പ്രതികരണമാണ്. സ്വാഭാവികമായിട്ടും കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യരംഗത്തുള്ള പരിതാപകരമായ അവസ്ഥയ്ക്ക് ഈ രീതിയിലെങ്കിലും പ്രതികരിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ബദിയടുക്ക മെഡിക്കൽ കോളേജ് പോലെയുള്ള കാര്യങ്ങൾ ത്രാസിൽ കിടന്ന് ആടുന്ന ഈ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് ഏകദേശം 9 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് പരിപാടി ക്യാമ്പ് നടക്കുന്നത്. മേജറായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയ അത്താവര KMC ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കാസർഗോഡ് നഗരസഭ മുൻ ചെയർമാൻ T. അബ്ദുള്ള ഉപഹാരം നൽകി. ന്യൂസ് ഡെസ്ക് KCN. LSS USS നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. KSTA നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. LSS USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കായാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. KSTA ഹൊസ്ദുർഗ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് കോളേജിലാണ്, പിന്നീട് പഠിപ്പിച്ചത് സർവകലാശാലയിൽ. എനിക്ക് എൻ്റെ ഒരു ദൗർഭാഗ്യം കൊണ്ടോ സൗഭാഗ്യം കൊണ്ടോ എന്നറിയില്ല, കുട്ടികൾക്ക് പരീക്ഷ നടത്തുക എന്ന് പറയുന്ന ഒരു ജോലി ഒരു 10-20 കൊല്ലക്കാലം ജോലി ചെയ്യാൻ സാധിച്ചു. പരീക്ഷ നടത്തുന്നവരെ നിയന്ത്രിക്കുകയും പരീക്ഷ നടത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പരീക്ഷകളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഒരു നല്ല അനുഭവ സമ്പത്തുണ്ട് എന്നാണ് ഞങ്ങൾ അഹങ്കരിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ള ചില ചടങ്ങുകൾ എന്ന് പറയുന്നത് ബിരുദദാന ചടങ്ങാണ്. നിങ്ങളൊക്കെ ഭാവിയിൽ വലിയ വലിയ ബിരുദങ്ങൾ നേടി ആ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ
സാധ്യതയുള്ളവരും അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥനാനിർഭരമായ മനസ്സുകൂടി നിങ്ങളെ ആശംസിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുഖ്യ അതിഥി ഒരു പ്രത്യേക ഹോട്ടലിൽ ഇട്ട് നിൽക്കും. പിന്നെ അതിന് പിന്നാലെ വേറെ കൂട്ടിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ കുപ്പായ ഗൗണൊക്കെ ഇട്ടിട്ട് ബിരുദം നേടുന്നവർ അതുപോലെ തന്നെ ഗൗണൊക്കെ ഇട്ടിട്ട് ഉള്ള ചടങ്ങിലൊക്കെ അത്യാവശ്യം പങ്കെടുക്കാൻ ഞങ്ങളുടെ പൂർവ്വ ജന്മ സുഹൃത്തും കൊണ്ട് ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. അതിനേക്കാൾ ഏറെ ആഹ്ലാദവും ആവേശവും നൽകുന്ന ഒരു ചടങ്ങാണ് ഇത് എന്നാണ് എനിക്ക് നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു വളച്ചുകെട്ടുമില്ലാതെ പറയാം. എന്തുകൊണ്ടാണ് LSS USS പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊച്ചു കുട്ടികൾ എഴുതുന്ന ആദ്യത്തെ പൊതുപരീക്ഷ, ഒരർത്ഥത്തിൽ ആദ്യത്തെ മത്സര പരീക്ഷകളിലൊന്നാണ്. അതിൽ സംസ്ഥാന തലത്തിൽ തിളക്കമാർന്ന മാർക്കുകൾ നേടിയ നാളത്തെ ഈ നാടിൻ്റെ പേരും പെരുമയും ഉയർത്തിപ്പിടിക്കേണ്ട യുവപ്രതിഭകളാണ് ഈ ടൗൺ ഹാളിൽ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ ചടങ്ങിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ആവർത്തിച്ച് പറയാൻ ഞങ്ങളൊക്കെ ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നു. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രാഘവൻ, ജില്ലാ സെക്രട്ടറി P ദിലീപ് കുമാർ, KV സുജാത, KV രാജേഷ്, P മോഹനൻ, P ശ്രീകല, M ബാലൻ, KV രാജൻ, TP ബാബുരാജ് എന്നിവർ സംസാരിച്ചു. കുന്നുമ്മൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. ആചാര്യ വരവേൽപ്പ് നടന്നു. കോട്ടച്ചേരി കുന്നുമ്മൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ആചാര്യ വരവേൽപ്പ് നടന്നു. ബ്രഹ്മശ്രീ KU ദാമോദരൻ തന്ത്രി, ബ്രഹ്മശ്രീ KU പത്മനാഭൻ തന്ത്രി അരവത്തി എന്നിവരെ ക്ഷേത്രത്തിലേക്ക് വരവേറ്റു. ക്ഷേത്ര മേൽശാന്തി നാരായണ പണ്ടാരത്തായരുടെ സാന്നിധ്യത്തിൽ മടിയൻ രാധാകൃഷ്ണൻ ആൻഡ് സംഘത്തിന്റെ വാദ്യാഘോഷത്തോടെയാണ് ആചാര്യ വരവേൽപ്പ് നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി കർത്തമ്പു ഗുരുസ്വാമി അനുസ്മരണവും സംഘടിപ്പിച്ചു. ഡോക്ടർ KG പൈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. B ദാമോദരൻ അധ്യക്ഷനായ ചടങ്ങിൽ K വേണുഗോപാലൻ നമ്പ്യാർ അനുസ്മരണ ഭാഷണം നടത്തി. ചടങ്ങിൽ B കൃഷ്ണൻ മേസ്ത്രി, V രാമൻ എന്നിവരെ ആദരിച്ചു. തുടർന്ന് പയ്യാവൂർ മാധവൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടന്നു. ചടങ്ങിൽ AO ഭാസ്കരൻ നമ്പ്യാർ, P രാഘവൻ എന്നിവർ സംസാരിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി വിവിധ പൂജകളും നടക്കും. 24-ന് ഭജൻ സങ്കീർത്തനം അരങ്ങേറും. 25-ന് ഫ്ലവേഴ്സ് TV കലാകാരന്മാരുടെ നേതൃത്വത്തിൽ മെഗാ ഷോയും അരങ്ങിലെത്തും. 26-ന് പ്രതിഷ്ഠ നടക്കും. പാറപ്പള്ളി മഖാം ഉറൂസിന് സമാപനം. ഉറൂസിന്റെ ഭാഗമായി സമാപന സമ്മേളനം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാറപ്പള്ളി മഖാം ഉറൂസിന്റെ ഭാഗമായാണ് സമാപന സമ്മേളനം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകൾ ആശംസകൾ പ്രസംഗിക്കാനുള്ളത് കേൾക്കാനുള്ളതുകൊണ്ട് എല്ലാവരും കാണും. നല്ല പ്രസംഗമാണെന്നുള്ളത് എല്ലാവരും വന്ന് സദസ്സിലേക്കാണ് അദ്ദേഹം എത്തിയതിൻ്റെ പ്രാസംഗികൻ സൈക്കിൾ ആപ്പിലും പിന്നെ വിമാന നിസാമത് അവരുകളും അതുപോലെ സൈക്കിൾ മാണികളും എത്തിച്ചേരാനുണ്ട്. എല്ലാവരും സദസ്സിലേക്ക് വന്നാൽ പ്രസിഡന്റ് നമ്മുടെ കൂടെ പറഞ്ഞു തന്നെയാണ് നമ്മൾ എല്ലാവരും നമ്മൾ ഇതിന് സദുവിനിയാകുന്ന പറയുന്നത്. കാരണം പാലക്കാട് ജമാഅത്ത് ഇവിടുത്തെ മറപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടുതലും പറയേണ്ടതില്ല. കാരണം ഏറ്റവും ഇപ്പോൾ നമ്മുടെ അധ്യക്ഷൻ പിന്നെ നമ്മുടെ അധ്യക്ഷൻ കാത്തരാജ് പറഞ്ഞതുപോലെ 25 കൊല്ലം അദ്ദേഹത്തിന് പഠിത്തം വലിയൊരു PMJC പ്രസിഡന്റ് PH അബ്ദുൽ ഖാദിർ ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ അൽ ഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അൽ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ പാലക്കി കുഞ്ഞാമത് ഹാജി മുഖ്യ അതിഥിയായി. തുടർന്ന് സമസ്ത മുഷാവറ അംഗം ഷൈഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാറിന്റെ നേതൃത്വത്തിൽ കൂട്ടപ്രാർത്ഥനയും നടന്നു. ചടങ്ങിൽ K അബൂബക്കർ ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, KM ഹസൈനാർ ഹാജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ദഫ് പ്രദർശനം നടന്നു. ഹിദായത്തുൽ ഇസ്ലാം ദഫ് സംഘം ആദൂർ,
അൽ ഇർഷാദ് ദർസ് വിദ്യാർത്ഥി സംഘം, പാറപ്പള്ളി എന്നിവയുടെ നേതൃത്വത്തിലാണ് ദഫ് പ്രദർശനം നടന്നത്. ഉറുസിന്റെ ഭാഗമായി മൗലീദ് പാരായണവും കൂട്ടപ്രാർത്ഥനയും നടന്നു. മുദരിസ് പാറപ്പള്ളി ഉസ്താദ് ഹസൻ അർഷദി നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 682 കേന്ദ്രങ്ങളിലായി 1317 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സുരക്ഷ ശക്തം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നീലേശ്വരം പേരോൽ ITIയിലും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ സ്കൂളിലും വോട്ട് ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മേഖലയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കും. റസീനയുടെ മൃതദേഹം കൊളംബോയിൽ തന്നെ ഖബറടക്കി. ഭർത്താവിന്റെയും മറ്റ് ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഖബറടക്കം. പാടി കൊല്ലങ്കോട്ട് മൂല തറവാട്ടിൽ ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം മെയ് 5, 6, 7 തീയതികളിൽ നടക്കും. കൂവമളക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഉയർപ്പിന്റെ സന്ദേശവുമായി നാടെങ്ങും ഈസ്റ്റർ ആഘോഷിച്ചു. ജില്ലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷ ചടങ്ങുകളും നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്തു. പാറപ്പള്ളി മഖാമുറൂസിന് സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.